ഓക്കെ. മച്ചാമാരെ, ഇംഗ്ലീഷ് മീൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ കെട്ടിങ്ങല് തൂവൽ തീരത്തുണ്ടല്ലോ, വല വീശുന്നവരുടെ പൊലിപ്പാണ്. എന്താണെന്നറിയോ, എത്ര അധികം ആൾക്കാർ ഇവിടെ വല വീശാൻ വരാനുള്ള കാരണം? മഴ പെയ്ത് കടലിളകി തിര അടിക്കുന്നതിൻ്റെ കൂടെ ഉണ്ടല്ലോ, ആ തിരൻ്റെ കൂടെ പലതരം മീനുകളും കരയിലേക്ക് വരാൻ തുടങ്ങിയ എല്ലാവരും പ്രതീക്ഷയോടെ വല വീശുന്നത് ഈ ഒരു ഐറ്റം മീനെ പിടിക്കാനാട്ടോ. തിരുതനെ പിടിക്കാനാട്ടോ എല്ലാവരുടെ ലക്ഷ്യം അതാണ്. മാർക്കറ്റിൽ 600 രൂപ വരെ വില വരുന്ന ഒരു ഐറ്റം മീനാണ് കേട്ടത്. അടിപൊളി ടേസ്റ്റുള്ളൊരു ഐറ്റം സാധനമാണത്. ഇതങ്ങനെ പെട്ടെന്നൊന്നും ആർക്കും കിട്ടലില്ല കേട്ടോ. ചില ടൈമിൽ ഈ മീൻ്റെ ഒരു പൊലിപ്പ് ഇങ്ങോട്ട് വരാണ്ട്, ആ ഒരു ടൈമാണിപ്പോൾ. ഇവിടെ ഇപ്പം വീശുന്നവർക്ക് 2 എണ്ണം 1 3 എണ്ണമൊക്കെ ആയിട്ട് കിട്ടുന്നവരുണ്ട്. അപ്പോൾ വെച്ചാൽ നമ്മളെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിട്ടോ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് അടിച്ചേക്കണേ. ആ നിൽക്കുന്ന കാക്കാക്ക് ഇപ്പോൾ എന്തോ ഒരു മീൻ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മീനാണ്. 2 മീൻ കയറിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ പ്രാച്ചി എന്ന് പറഞ്ഞ മീനായിട്ട് കയറിയിട്ടുള്ളത്. ഇത് കണ്ടില്ലേ, കുഴപ്പമില്ലാത്ത 2 സാധനത്തിന് കിട്ടിയ ഇത്. തിരുതനെ കൊണ്ട് പറഞ്ഞ മാതിരി ഈ ടൈമിൽ കിട്ടുന്ന ഒരു സാധനം തന്നെയാണ് ഇത്. ഇത് നല്ലൊരു അത്യാവശ്യം ടേസ്റ്റുള്ളൊരു ഐറ്റം മീനാണിത്. ഈ കടലിളകി വരുമ്പോഴാട്ടോ ഇവന്മാരെ സീസണ്. എന്താണെന്നറിയോ, ഈ ടൈമിൽ ഇവരെ കിട്ടാനുള്ള കാരണം ഈ തിരയുടെ ശക്തി കാരണം ഇവർക്ക് അങ്ങോട്ട് മുകളിലേക്ക് പോകാൻ കഴിയില്ല കടലിൻ്റെ. ഇവർ ആ ശക്തി കാരണം ആ തിരയുടെ കൂടെ തന്നെ കരയിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമുക്കൊരു 10 മീറ്ററിൻ്റെ ഇടയിൽ വല വീശിക്കഴിഞ്ഞാൽ ഇവന്മാരെ പിടിക്കാൻ പറ്റും. എന്താ അറിയോ, അവരത്രയും അടുത്തെത്തിയിട്ടുണ്ടാവും. ഈ തിര അടിക്കുന്ന ഭാഗത്തായിട്ട് ഇവരുടെ ഓരോ കൂട്ടത്തോടെ ഇങ്ങനെ നടക്കുന്നുണ്ടാവും. ഇവർക്ക് തിരൻ്റെ ശക്തി കൊണ്ട് അങ്ങോട്ട് പോകാനും മുകളിലേക്ക് പോകാൻ കഴിയില്ല. അങ്ങനെയാണ് ഇവർ ഈ വലയിലേക്ക് കുടുങ്ങുന്നത്. ഈ കടൽ ഇളകാത്ത സമയമാണെന്നുണ്ടെങ്കിൽ ഇവരെങ്ങനെ ഒന്നും പിടിക്കാൻ കിട്ടില്ല കേട്ടോ. ഇവർ ഈ കടലിൻ്റെ ആഴങ്ങളിലേക്ക് പോയിട്ടുണ്ടാവും. എപ്പോഴെങ്കിലും ഒരു തിരുതനെ 2 തിരുതനെയും കിട്ടിയാൽ കിട്ടി. അങ്ങനെയാണ് ഇവന്മാരെ കിട്ടൽ. തിരുതനെ ഇവിടെ കുറേ ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. മീൻ നല്ല കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെയൊക്കെ വലയെടുത്ത് വന്നിട്ടുണ്ട്. ഇപ്പോഴും ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വൈകുന്നേരമാണ്. രാത്രിയാകുമ്പോൾ ഇതിലും കൂടുതൽ നല്ല മീനിനെ കിട്ടാൻ സാധ്യതയുള്ളൊരു ടൈമാണ് ഈ രാത്രി. പല ഐറ്റം മീനുകൾ കൂടുതൽ ഇറങ്ങി വരുന്ന ടൈമാണ്. ഇപ്പം സമയം 6 മണി കഴിഞ്ഞിട്ടുണ്ടോ. ഇപ്പം വരുന്നവരൊക്കെ രാത്രിയിൽ മീനെ പിടിക്കാനുള്ള സെറ്റപ്പിലായിട്ട് വരുന്നത്. ഒരു തിരുതത് കയറി വരും കേട്ടോ. ഇങ്ങനത്തെ ഒന്നും കൂടി കിട്ടിയാൽ മതി. അങ്ങനെ 2 പീസ് കിട്ടിയാണ്ടല്ല അവരിന്ന് വന്ന് കഷ്ടപ്പെട്ടതിനുള്ള മുതലായ. ഈ തിരുതൊക്കെ ഒരു പ്രശ്നമുണ്ടേ. ഈ തിരുത വലയെ കുടിക്കാണ്ടല്ല ആ വലൻ്റെ കണ്ണി വരെ പൊട്ടിച്ചു പോകും. അത്രയ്ക്ക് പവറുള്ളൊരു സാധനം കേട്ടോ. അങ്ങനെ ഇവിടെ വലൻ്റെ കണ്ണിയൊക്കെ പൊട്ടി പോകല്ലോ കേട്ടോ. അങ്ങനെ പൊട്ടിക്കഴിഞ്ഞാൽ അവർ ഇവിടെ തന്നെ തുന്നി സെറ്റാക്കിയിട്ടാട്ടോ പിന്നെ അവർ രണ്ടാമത് വല വീശൽ. കുറേ റൈഡ് കുറേ അറിയോ? ഇവർക്കൊരു മാലാനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ മാലാൻ്റെ വീഡിയോ ഇങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ അവർ പറഞ്ഞാണ് എനിക്കൊരു തിരുതനം കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് എനിക്കത് കാണിച്ചു തരാൻ വേണ്ടി കൊണ്ടുപോകാൻ കേട്ടോ. ഇത് കണ്ടില്ലേ, തിരുത എത്രത്തോളം പ്രിയപ്പെട്ടതാണ് ഈ വല വീശാൻ വരുന്നവർക്ക് എന്ന് മനസ്സിലായോ. ഒരു ഡിമാൻഡ് ഐറ്റം സാധനം മീൻ തന്നെയാണ് കേട്ടോ ഈ തിരുത. അതൊന്ന് കഴിച്ചു നോക്കണം, അതിൻ്റെ ടേസ്റ്റ് അറിയണമെന്നെങ്കിൽ. ഇതെപ്പോൾ കിട്ടിയോ? ഇത് കുറച്ച് നേരമായി. ആ
പ്ലാച്ചില്ല. ഈ ബക്കറ്റിലുള്ള ഈ 2 തിരുതി മീനുകളൊക്കെ ഈ ഏട്ടനിക്ക് കിട്ടിയതാണ് കേട്ടോ. ഇപ്പം ഏകദേശം ടൈം കുറേ കേട്ടോ, ഇരുട്ടായി തുടങ്ങി, എല്ലായിടത്തും ലൈറ്റൊക്കെ ഇട്ട്. ആദ്യം ഇവിടെ കുറേ ആൾക്കാരുണ്ട്, ഇപ്പം കുറേ ആൾക്കാർ കുറഞ്ഞു തുടങ്ങി. ഇപ്പം വന്ന ആൾക്കാരുണ്ടല്ലോ, രാത്രിയിൽ വല വീശാൻ വന്ന ആൾക്കാർ, അവരാണ് കേട്ടോ ഈ ഇരിക്കുന്നതൊക്കെ. ഒന്നും കൂടി ഇരുട്ടായിട്ടുണ്ടല്ലോ, പലതരം മീനുകൾ ഇറങ്ങാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇതിപ്പോൾ കിട്ടിയ മീനാണ് കേട്ടോ. ഒരു വലിയ കോലി കയറിയിട്ടുണ്ട്, പിന്നെ 2-3 പ്രാച്ചി അങ്ങനെ കയറിയിട്ടുണ്ട്. രാത്രിയാകുമ്പോൾ കോലി അങ്ങനത്തെ മീനുകളൊക്കെ ഇറങ്ങൽ തുടങ്ങിയിട്ടാ. ഇരുട്ടായപ്പോൾ ഉണ്ടല്ലോ, നമുക്ക് വല വീശുന്നതും ഏതൊക്കെ മീൻ കിട്ടുന്നതും ആർക്കൊക്കെ മീൻ കിട്ടുന്നുണ്ട് എന്നുള്ളതും നമുക്ക് അറിയാൻ പറ്റാത്തൊരവസ്ഥയായിട്ടുള്ളത്. ഇതുണ്ടില്ലേ, ഒരു അടിപൊളി സാധനം ഇപ്പോൾ ഇവിടെ കയറിയിട്ടുണ്ട്. വാലാത്തനാണ്, ഉണ്ടല്ലേ, പിടക്കുന്ന കണ്ടില്ലേ. ആ ഇരുട്ടായപ്പോൾ കയറി വന്ന സാധനമായിട്ടപ്പോൾ ഇത് വാലാത്തനാണ്. തിരുത്തനെ പോലെ ഒരു മറ്റൊരു ഐറ്റം സാധനമാണ്. ഇതിപ്പോൾ വേറെ ഒരാൾക്ക് കയറിയതാണ് കേട്ടോ.